ഹായ് ഫ്രണ്ട്സ്, ഇത്തവണത്തെ ഓണത്തിന് നമുക്കൊരു പരിപ്പ് പായസവും കൂടെ ആയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അപ്പോൾ അതേ ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ആ പച്ചമണം മാറുന്ന വിധം ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഒരു ചുമപ്പ് കളർ പോലെ വരുവേ, അന്നേരത്തേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ അതേ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കാം. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് വേവിക്കണമെങ്കിൽ ഈ ഉരുളിയിൽ തന്നെ ഇട്ട് വേവിക്കാം. അല്ലെങ്കിൽ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 4-5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലിടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലാവുമ്പോൾ ഉരുളിയിലാവുമ്പോൾ കുറേ സമയമെടുക്കും വെന്ത് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് 3ാമത്തെ തേങ്ങ പിഴിഞ്ഞ് വെച്ചിരുന്ന പാലാണ്. 3 തേങ്ങയുടെ പാലാണ് ഇത്. അവസാനത്തെ പാൽ 3ാമത്തെ പാലാണ്. അതൊഴിച്ച് കൊടുത്താണ് ഞാനിപ്പോൾ ഇതിവിടെ വേവിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ പാൽ വെള്ളമില്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ഈ പരിപ്പായതുകൊണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് വേണേ പരിപ്പ് വേവിക്കാൻ വെക്കാൻ കുക്കറിൽ. ദേ ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. പരിപ്പ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടി ചൂടായി കിടക്കുവാണേ, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കിസ്മസും കൂടെ ഇട്ട് കൊടുക്കാം. കിസ്മസ് ഇങ്ങനെ മൂക്കുമ്പോഴത്തേനും നല്ലപോലെ വീർത്ത് വരുവേ. ആ നേരത്ത് നമുക്കെടുക്കാം. ഈ ഗ്യാസിൽ വെക്കുമ്പോഴത്തേനും ആ നടുക്കുള്ള ഭാഗത്താണ് ശരിക്കും തീ കിട്ടുന്നത്. അതാണ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോണത്. നമ്മൾ വിറകടുപ്പിലൊക്കെ വെക്കുമ്പം എല്ലാ ഭാഗത്തും തീ ഒരേപോലെ കിട്ടും. ഞാനിപ്പോൾ തീ ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കണേ. എന്നിട്ടും കൂടെ ആ നടുഭാഗത്ത് പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് തന്നെ ഉണ്ടോ. ഇനി നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂക്കട്ടെ. അപ്പോൾ തേങ്ങാക്കൊത്തും മൂത്തിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ദേ നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് കോരി നോക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ആ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കട്ടയൊന്നുമില്ല, വെള്ളമില്ലാതെ വന്നാലാണ് കട്ട പിടിക്കുകയുള്ളൂ. ഇതിപ്പോൾ പാകത്തിനുള്ള വെള്ളമായിരുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരിച്ചാണ് ഒഴിക്കണേ.
അപ്പോൾ ഇതൊരു 3/4 കിലോ ശർക്കരയുണ്ട്. 3/4 കിലോയിൽ കൂടുതലിടാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോയേ എടുത്തിട്ടുള്ളൂ, അധികം മധുരം വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശർക്കര നല്ല നിറമുള്ളത് നോക്കി എടുക്കണേ, അല്ലെങ്കിൽ വെളുത്തിരിക്കും പായസം. ഇനി ഈ ശർക്കര പാനി കിടന്ന് നല്ലതുപോലെ മിക്സാവട്ടെ. എല്ലാ ഭാഗത്തും ആകുന്ന തരത്തിൽ ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് കിടന്ന് നല്ലതുപോലെ ഒന്ന് വരണ്ട് കിട്ടട്ടെ. പരിപ്പ് ശർക്കരയും കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതേ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അപ്പം തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. എല്ലാ ഭാഗത്തും മിക്സ് ആവട്ടെ. അപ്പോൾ ഇത് എല്ലാം മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കഷ്ണം ചുക്കും ഒരല്പം ജീരകവും ഏലക്കായും. അത് നല്ലതുപോലെ പൊടിച്ചെടുക്കണേ. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലിൽ വെച്ച് നല്ലോണം ചതച്ചെടുക്കുക ചെയ്തേ, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അധികം വെള്ളമൊന്നും വറ്റണ്ട, നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുപ്പാകുമ്പോഴത്തേനും പായസത്തിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേനും നല്ലതുപോലെ കട്ടിയിലാവുകയെ. ഇലയിൽ ഒഴിച്ചാൽ ഒഴുകി പോകാത്ത തരത്തിൽ ഇരിക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആദ്യം പിഴിഞ്ഞ പാല് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ പായസം എത്ര പെട്ടെന്ന് റെഡിയായി എന്ന് നോക്കിക്കേ. അധികം സമയമൊന്നും വേണ്ട. കുക്കറിലിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വേവിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് വരട്ടിയെടുത്താൽ പായസമായി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം തീ ഓഫാക്കാം. അപ്പോൾ അതേ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മസ്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെയായി? എല്ലാവരും ഇതേപോലൊരു പായസം ഉണ്ടാക്കാനും മറക്കരുത് കേട്ടോ ഓണത്തിന്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.